വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറയുന്ന വചനം എന്താണ് എന്നറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ അവൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും എൻ്റെ ലിവറിലേക്കുള്ള വെയിൻ പൊട്ടുകയുണ്ടായി. പക്ഷേ അവൾ പ്രാർത്ഥന നിർത്തിയില്ല, മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. അവൾക്ക് മനസ്സിലായി, ഇന്നലെ വരെ പ്രാർത്ഥിച്ച കൂട്ടല്ല, ഇത് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്, ഇത് മറുപടി തരുന്ന ഒരു ദൈവമാണ്, ഇത് കണ്ണുനീരിനെ തുരുത്തിയിലാക്കുന്ന ഒരു ദൈവമാണ്. അവൾ മുട്ടുമടക്കി അവിടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ അസഹിഷ്ണുതയോടെ നോക്കി നിന്ന എൻ്റെ സൗഹൃദങ്ങൾ മാറിപ്പോകുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന കണ്ട് അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തുടങ്ങി. അവൾ ഒറ്റയ്ക്കായിട്ടും, ഹല്ലേലൂയ, ഹൈന്ദവ ക്ഷേത്ര പുരോഹിതന്റെ ഭാര്യ ഒറ്റയ്ക്കായിട്ടും വിശ്വാസത്താൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അസഹിഷ്ണുതയോടെ മാറി നിന്നപ്പോഴും അവൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലിട്ട് കിടന്ന എൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നൊരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി വെന്റിലേറ്ററിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ മൂലമന്ത്ര ധ്യാനത്താൽ ജപിച്ചു കെട്ടിയ ചരടുകൾ താനെ അഴിഞ്ഞുപോയി. ഹല്ലേലൂയ. എനിക്ക് അന്നേരം ഒരു കാര്യം മനസ്സിലായി. ദൈവ ചൈതന്യം എന്നുള്ളത് വിഗ്രഹങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ദൈവ ചൈതന്യം എന്നുള്ളത് ഇറങ്ങി വരുമ്പോൾ വിഗ്രഹ സ്വാധീനങ്ങൾ ഉടഞ്ഞു മാറുമെന്നുള്ള സത്യം ഞാൻ ആ വെന്റിലേറ്ററിന്റെ അകത്ത് വെച്ച് തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ സഹോദരിയുടെ വീട്ടിൽ വീണ്ടും ആ വെന്റിലേറ്ററിന്റെ അകത്തുനിന്ന് എന്നെ ലാസറിനെ പുറത്തു കൊണ്ടുവന്ന പോലെ എന്നെ അവിടുന്ന് 7ാമത്തെ ദിവസം അത്ഭുതകരമായി എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവന്നു. വീണ്ടും ഞാൻ കുറച്ച് ദിവസം മുൻപോട്ട് പോകുന്നു. അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസനെയൊക്കെ വെന്റിലേറ്ററിന്റെ അകത്ത് വെച്ച് ദർശനത്തിലൂടെ എനിക്ക് കാണുവാൻ പറ്റി. ആ ദർശനത്തിലൂടെ കണ്ട ദൈവദാസനെ സൂം മീറ്റിംഗിലൂടെ ഹല്ലേലൂയ എൻ്റെ ഭാര്യ ഒളിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവദാസന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ആ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പുറത്തെ റൂമിലിരുന്ന് അവളുടെ അടുത്ത് പറഞ്ഞു, ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അവൾ പറഞ്ഞു, ഇത് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹത്തിനെ ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവനെ തിരിച്ചറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ മനസ്സിലാക്കി, ഇദ്ദേഹത്തെ എവിടെ വെച്ചോ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ കണ്ട ദൈവദാസനെ കാണാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ കായംകുളത്തുള്ള ഞാൻ നെയ്യാറ്റിൻകരയിലേക്ക് എത്തി. ഹല്ലേലൂയ. പാപിയായിരുന്ന എന്നെ, തകർക്കപ്പെട്ടവനായ എന്നെ, യേശു ആരെന്നോ യേശു എന്താണെന്നോ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത പാപിയായ എന്നെ പല മതനേതാക്കന്മാരും മതപുരോഹിതരും പറഞ്ഞു ശാപദോഷം, മൃത്യുദോഷം, ശത്രുദോഷം എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ദൈവ കോപമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ വെന്റിലേറ്ററിന്റെ അകത്തിറങ്ങി വന്ന ദൈവം കോപിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. വെന്റിലേറ്ററിന്റെ അകത്തിറങ്ങി വന്ന ദൈവം പാപിയെ മാറ്റി നിർത്തുന്ന ദൈവമല്ല. വെന്റിലേറ്ററിന്റെ അകത്തിറങ്ങി വന്ന ദൈവം നീ എത്ര പാപിയാണെങ്കിലും, നീ എത്ര തകർക്കപ്പെട്ടവനാണെങ്കിലും നിന്നെ മാറോട് ചേർക്കുന്ന ദൈവമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ എന്നെ ജീവൻ തന്ന് തിരിച്ചു തന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ആ ചർച്ചിലേക്ക് വന്നപ്പോൾ ആ ചർച്ചിന്റെ വഴിത്താരകളൊക്കെ ഞാൻ സ്വപ്നത്തിലൂടെ കണ്ടത്, ദൈവദാസനെ കണ്ടത് പുൽപ്പറ്റിൽ എഴുതിയിരിക്കുന്നു യേശു ജീവിക്കുന്നു. ഇത് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അനേകം പേരുള്ളിടത്ത് 2 or 3 പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് മാനുഷിക പ്രേരണയാൽ എന്നെ കൊണ്ടുവന്നതല്ല, ഇത് ദൈവമായി, ഹല്ലേലൂയ, ദൈവിക പ്രേരണയാൽ ഞാൻ എത്തിപ്പെട്ടതാണ്. ഹല്ലേലൂയ. സാക്ഷ്യത്തെ ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുന്നില്ല, സമയപരിധികളുണ്ടല്ലോ. പക്ഷേ ലിവർ മാറ്റിവെക്കണം എന്ന് പറഞ്ഞ എന്നെ
ഇതുവരെ ലിവർ മാറ്റിവെക്കാൻ എൻ്റെ ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ എൻ്റെ ദൈവം അംഗീകരിച്ചിട്ടില്ല. 5 വർഷമായി ലിവർ മാറ്റിവെച്ചിട്ടില്ല. ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. ഹല്ലേലൂയ.